ഇംഗ്ലീഷ് ഭാഷയെ സമീപിക്കേണ്ടത് ഈ തരത്തിലാണ്. സി എ കാ എന്ന് വായിക്കുന്നു, കെ എ കാ എന്ന് വായിക്കുന്നു. അപ്പോൾ കാ എന്ന് പറയുന്ന അക്ഷരം ഇംഗ്ലീഷിൽ ഇല്ല. കെ എ കായാണ്, സി എ കായാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞിരിക്കുന്ന വവൽ ലെറ്ററുകളെ കുറിച്ച്. യഥാർത്ഥത്തിൽ നമ്മൾ ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. വവൽ ലെറ്ററുകൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഇംഗ്ലീഷിന് നമ്മൾ അതിൻ്റെ സ്വരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴേ 12 വവൽ ശബ്ദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. അതേതാണെന്ന് പറഞ്ഞാൽ എ ആ എ എ ഓ ഓ എന്നതിൻ്റെ ഉച്ചാരണം, അതായത് അതിൻ്റെ ദീർഘം, ഉ ഉ ഐ, ഈ പറഞ്ഞിരിക്കുന്നതാണ് ഇംഗ്ലീഷിലെ വവൽസ്. 12 വവൽ ശബ്ദങ്ങളാണുള്ളത്. There are 12 vowels in English. അതുപോലെ തന്നെ 24 കൺസോണന്റ്, അതായത് വ്യഞ്ജന ശബ്ദങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. 24 വ്യഞ്ജനങ്ങൾ. 8 ടിക്ടോക്സ് അല്ലെങ്കിൽ ഡബിൾ വവൽസ് എന്ന് പറയുന്ന സംഭവം. അങ്ങനെ 44 ഫോണറ്റിക്സ് പ്രകാരം 44 ശബ്ദങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഈ 12 വവൽ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ മലയാളത്തിലെ അതേ ഇത് തന്നെയാണ്. ആയും ഈയും ഓയൊക്കെയാണ്. അപ്പോഴേ നമ്മൾ എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞിരിക്കുന്ന വവൽ ലെറ്ററുകൾ എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ എവിടെയാണോ വവൽ ശബ്ദം കൊടുക്കുന്നത് അതാണ് പ്രാധാന്യം. എവിടെയാണ് വ്യഞ്ജന ശബ്ദം വരുന്നത് അതാണ് നമ്മൾ ആർട്ടിക്കിൾ തെറ്റായി പഠിക്കുകയാണ്. എ എൻ എന്നീ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നമ്മൾ ചെറുപ്പത്തിൽ പറയാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയും ഏനും. എ എന്ന് പറഞ്ഞാൽ ഒരുവാണ്, ആൻ എന്ന് പറഞ്ഞാലും ഒരു എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? എ ഇ ഐ ഒ യു എന്നീ വവൽ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വവൽ ലെറ്ററുകൾ, ഈ സ്പെല്ലിങ്ങൾ ഏത് പദത്തിൻ്റെ ഏത് വേർഡിൻ്റെ മുന്നിലാണോ വരുന്നത് അവിടെ ഒരു എന്ന് കാണിക്കാൻ നമ്മൾ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുകയാണ്? ഏൻ ഉപയോഗിക്കണം എന്നാണ് പഠിപ്പിച്ചത്. അത് തെറ്റാണ്. ഉദാഹരണം പറയാം, ഇത് ഒരു ബെഞ്ചാണെന്ന് പറയുന്നത് ശരിയാണ്. ദിസ് ഈസ് എ ബെഞ്ച്. ബായ് എന്ന ശബ്ദമാണ്, അത് കൺസോണന്റ് ആണ്, അതായത് വ്യഞ്ജന ശബ്ദമാണ്. ഇത് ഒരു പുഴയാണ്. ദിസ് ഈസ് എ റിവർ. എ റിവർ, ആറ് എന്ന് പറയുന്ന ശബ്ദമാണ് വരുന്നത്, വ്യഞ്ജനമാണ്, ഓക്കെയാണ്, എ ആണ്. ഇത് ഒരു ആനയാണ്. ആനയെ തൊട്ട് നമ്മൾ അടുത്ത് നിന്നുകൊണ്ട് പറയാണ് ദിസ് ഈസ് എ എലിഫന്റ് അല്ല, ആൻ എലിഫന്റ് ആണ് വെക്കുന്നത്. ശരി, അവിടെ ഈ എഴുതുന്നത് കൊണ്ട് നമ്മൾ ആന് വെച്ച് ഇത് തെറ്റിദ്ധരിക്കുകയാണ്. ഈ എഴുതുന്നത് കൊണ്ടല്ല നമ്മൾ അവിടെ ആന് വെച്ചത്. ആ ആ ഇ ഉ എ ഐ ഒ എന്ന് പറഞ്ഞിരിക്കുന്ന 12 വവൽസിൽ ഒരു ശബ്ദമാണ് എലിഫന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന്റെ തുടക്കത്തിൽ, ബിഗിനിങ്ങിൽ ഉച്ചരിക്കപ്പെടുന്നത്. എലിഫന്റ് എ ആണ്. ഇയാണ് എഴുതുന്നത്, എ ആണ് ഉച്ചരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഉച്ചാരണം എന്താണ്? എ ആണ്. എലിഫന്റ് എ ആണ്. വവൽ ശബ്ദമുണ്ട് അവിടെ തുടക്കത്തിൽ. അതുകൊണ്ട് ഇതൊരു ഓറഞ്ചാണ്. ദിസ് ഈസ് ആൻ ഓറഞ്ച്. ശരിയാണ്, അവിടെയും ശരിയാണ്. ഓ എഴുതുന്ന ഓ എന്ന് ഉച്ചരിക്കും. അപ്പോഴേ ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ കറക്റ്റായിരിക്കും. എന്നാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കോ. അടുത്തൊരു വേർഡ് ഞാൻ പറയാണ്. നമ്മൾ പറയും, നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് വാസ്കോഡ ഗാമയെ കുറിച്ചല്ലേ. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ചരിത്രം നമുക്ക് പറയാനില്ല. അദ്ദേഹം ഒരു യൂറോപ്യൻ ട്രാവലറാണ്. അപ്പോൾ നമ്മൾ പറയും വാസ്കോഡ ഗാമ ഒരു യൂറോപ്യൻ സഞ്ചാരി ആയിരുന്നു. പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ വാസ്കോഡ ഗാമ ഒരു യൂറോപ്യൻ സഞ്ചാരി ആയിരുന്നു എന്ന് നമ്മൾ എഴുതുമ്പോൾ ഒരു സഞ്ചാരി ആയിരുന്നു. വാസ്കോഡ ഗാമ
വാസ്, എ വരുമോ ഏന് വരുമോ നിങ്ങൾ ശ്രദ്ധിച്ചോ. വാസ്കോ ഡ ഗാമ വാസ് എ യൂറോപ്യൻ ട്രാവലർ. ശ്രദ്ധിക്കണം, യൂറോപ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡിന്റെ മുന്നിലാണ് എയോ ഏനോ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പറഞ്ഞത് എ യൂറോപ്യൻ എന്നാണ്, ഏനല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂറോപ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേർഡിന്റെ ഉച്ചാരണം യായാണ്, യൂറോപ്യനാണ്, യായുടെ ശബ്ദമാണ്. യാ എന്ന് പറഞ്ഞിരിക്കുന്ന ശബ്ദം വവൽസ് അല്ല, കൺസോണന്റ് ആണ്. പക്ഷേ യൂറോപ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പദം, ആ വേർഡ് തുടങ്ങുന്നത് ഇ ആണ്. അതായത് ഇ എന്ന വവൽ ലെറ്റർ ആണ്. ഇ യു ആർ ഒ പി ഐ എ എൻ, യൂറോപ്യൻ. പക്ഷെ ഉച്ചാരണം വരുന്നത് യൂറോപ്യൻ അല്ല, യൂറോപ്യൻ ആണ്. യു ആണ് വരുന്ന ശബ്ദം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, അക്ഷരങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല. പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ഏത് ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് ആദ്യം ഒരു സെന്റൻസിൽ. ഒന്നുകൂടി ഞാൻ പറയാം, യൂറോപ്യൻ എന്ന് പറയുന്നതിൽ ഇ ആണ് എഴുതുന്നത്, അത് വവൽ ലെറ്റർ ആണ്. പക്ഷെ ഉച്ചാരണം യൂറോപ്യൻ ആണ്, യൂറോപ്യൻ അല്ല, ഏറോപ്യൻ അല്ല, ഓറോപ്യൻ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഓറോപ്യനോ യൂറോപ്യനോ ഏറോപ്യനോ യൂറോപ്യനോ ഐറോപ്യനോ ഉച്ചരിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ വവൽ ശബ്ദമാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഉച്ചരിക്കുന്നത് ഇക്ക് ശേഷമുള്ള യുടെ വവൽ ശബ്ദമാണ്. ഏതാണ്? യൂറോപ്യൻ, യായാണ്. ഒരു ഉദാഹരണം ഇതേപോലത്തെ ഞാൻ പറയാം. ഇതൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്നത്. ദിസ് ഈസ് എ യൂണിവേഴ്സിറ്റി ആണ്, എ എന്ന് പറയുന്നില്ല, എ യൂണിവേഴ്സിറ്റി ആണ്. യൂണിവേഴ്സിറ്റിയുടെ സ്പെല്ലിംഗ് എന്താ? UNIVERSITY ആണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ യു അല്ലേ എഴുതുന്നത്. യു എന്ന് പറയുന്ന വവൽ ലെറ്റർ ആണ്. പക്ഷേ ഉച്ചരിക്കുക എന്താണ്? യുവിൻ്റെ വവൽ ശബ്ദം അവിടെ ഉച്ചരിക്കുന്നില്ല. യുവിൻ്റെ വവൽ ശബ്ദമാണ് ആ. അത് ഞാൻ അടുത്ത ഉദാഹരണത്തിന് വ്യക്തമാക്കാം. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ യൂണിവേഴ്സിറ്റി ആണ്. നളന്ദ വാസ് എ ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ആണ്. നളന്ദ വാസ് എ യൂണിവേഴ്സിറ്റി ആണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ യു എന്ന ലെറ്ററുകൾ എഴുതുന്നു, പക്ഷെ ഉച്ചാരണം എന്താണ്? വവൽ ശബ്ദമല്ല, എന്താണ്? യാ എന്ന കൺസോണന്റ് ആണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ. ഇനി ദിസ് ഈസ് എ യുണീക്ക് പേഴ്സൺ. യുണീക്ക്, UNIQUE, എ യുണീക്ക് പേഴ്സൺ ആണ്. യു അല്ലേ? യു വവൽ ലെറ്റർ ആണ്. പക്ഷെ നമ്മുടെ ഉച്ചാരണം എന്താണ്? യായാണ്. യാ വവലല്ല, യുണീക്ക് പേഴ്സൺ. അടുത്ത യുവിൻ്റെ ഒരു പ്രധാന ശ്രദ്ധിച്ചു നോക്കോ. ഇതൊരു കുടയാണ്. ദിസ് ഈസ് ആൻ അംബ്രല്ലയാണ്. അംബ്രല്ലയുടെ സ്പെല്ലിംഗ് UNBRELLA, അംബ്രല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആടെ ഏൻ അംബ്രല്ല എന്ന് പറയുന്നത്. ദിസ് ഈസ് ആൻ അംബ്രല്ല, ഇത് ഒരു കുടയാണ്. ദിസ് ഈസ് ആൻ അംബ്രല്ല, ഏൻ അംബ്രല്ലയാണ്, ശരിയാണ്. ആടെ എ അംബ്രല്ല വെക്കുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് യു ആണ് എഴുതുന്നത്, യു വവൽ ലെറ്റർ ആണ്. പക്ഷെ ഉച്ചാരണം യുവിൻ്റെ വവൽ ശബ്ദമാണ്. ഏതാണ്? അംബ്രല്ല, ആയാണ്, ആ വവൽ ശബ്ദമാണ്. അപ്പോൾ യുവിൻ്റെ വവൽ ശബ്ദം ഒരു വേർഡിന് മുമ്പിൽ ഉച്ചരിക്കപ്പെടുമ്പോൾ അവിടെ ഏൻ എഴുതുന്നു. യു എഴുതുന്നു ഒരു വേർഡിന്റെ ആദ്യ ഭാഗത്ത്, പക്ഷെ ഉച്ചാരണം വരുന്നത് അതിൻ്റെ കൺസോണന്റ് ശബ്ദം വരുമ്പോൾ അവിടെ എന്താണ്? എ മതി. അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റിയാണ്, എ അംബ്രല്ലയാണ്, എ യുണീക്ക് പേഴ്സൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് യാ എന്ന യു എന്ന ഒക്കെ ശബ്ദങ്ങൾ വവൽ ശബ്ദമാണ്. ഇത് എന്താണ്? എപ്പോഴും ഒരു വേർഡ്, ഒരു സെന്റൻസ് അല്ല, ഒരു വേർഡ് എഴുതുമ്പോഴേ ആദ്യം എഴുതുന്ന അക്ഷരത്തിലുള്ള പ്രാധാന്യം ഉച്ചാരണമാണ് നോക്കേണ്ടത്. ഉച്ചാരണം വവൽ ശബ്ദത്തിലാണെങ്കിൽ നമ്മൾ ഏന് വെക്കും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ എന്ന് പറയുന്ന ഭാഷയിലെ ഇത്തരത്തിലുള്ള നമുക്ക് പിടിതരാതെ നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ ഒരുപാട് തെറ്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഏൻ അവർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറുണ്ട്. അവറിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. HOUR ആണ്.
പക്ഷെ HOUR എഴുതുമ്പോൾ നമ്മൾ അവർ എന്ന് ഉച്ചരിക്കുന്നത് H സൈലന്റ് ആണ് അവിടെ. ഹവർ എന്നാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? എ ഹവർ എന്ന് പറഞ്ഞാൽ മതി. എന്താണോ നമ്മൾ പറയുന്നത്? എന്താണ് ഏൻ അവർ? എന്തുകൊണ്ടാ അവിടെ H എഴുതുന്നു, H ഉച്ചരിക്കുന്നില്ല. Hന് ശേഷം ഉച്ചരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് H ഒഴിവാക്കിയിട്ട് ശബ്ദം വരുന്നത് അവർ ആണ്. അപ്പോ ഏൻ അവർ, ഏൻ അൾട്ടിമേറ്റ് മാൻ. അവിടെ ഏനാണ് എഴുതുന്നത്. എന്തുകൊണ്ടാ ആയാണ് ഉച്ചാരണം. യു എഴുതുമ്പോൾ അൾട്ടിമേറ്റ് മാൻ. അപ്പോൾ വവൽ ശബ്ദങ്ങൾക്കാണ് പ്രാധാന്യം, ലെറ്ററിന് ഒരു പ്രാധാന്യവും ഇല്ല.